ഗൗതം എന്താ നീ പേടിച്ചാ? ഗൗതം നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? നിന്നെ കാണാൻ. വേണ്ട, പെട്ടെന്ന് ഇവിടുന്ന് പോ നോക്ക്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ട വീട്ടിലിരുന്ന് നീ എന്നെ വിളിച്ചു വരുത്തുമായിരുന്നല്ലോ. ഞാൻ അച്ഛൻ്റെ കൂടെ വിദേശത്തേക്ക് പോവാൻ തയ്യാറായപ്പോ അത് മുടക്കണമെന്ന് നീ പറഞ്ഞല്ലോ. ഞാനത് മുടക്കുകയും ചെയ്തു. അല്ല പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? ഗൗതം, നീ ഒന്ന് പറയുന്നത് കേക്ക്. അച്ഛനും സൂര്യയൊക്കെ ഓഫീസിലുണ്ട്. എപ്പോ വേണമെങ്കിലും അവരിങ്ങോട്ട് തിരിച്ചെത്തും. ഗൗതം, അവര് നിന്നെ കണ്ടാലെന്താ കുഴപ്പം? ഞാൻ കണിമംഗലത്തെ അല്ലേ. കണിമംഗലം ചന്ദ്രശേഖരന്റെ മകൻ ഈ എസ്റ്റേറ്റിൽ വരുന്നതിനെ ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ചാ എനിക്ക് ചോദിക്കാനുള്ളത്. ഏട്ടന്റെ അസുഖം ഭേദമായപ്പോഴേ ഞാൻ നിന്നോട് ചോദിച്ചു നമ്മൾ ഇനി എന്തു ചെയ്യുന്നു. പക്ഷെ അന്ന് നീ എന്നെ ഭംഗിയായിട്ട് സമാധാനിപ്പിച്ചു. ഇപ്പൊ ഒരു കോളില്ല, മെസ്സേജ് ഇല്ല. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്ന പോലുമില്ല. ഗൗതം, ഇവിടെ തിരക്കാണ്. എന്തിന്റെ തിരക്ക്? ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ തിരക്കാണോ? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയാൻ കൽപ്പന. എത്രയും പെട്ടെന്ന് നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. കാരണം ഇനി ജനിക്കുന്ന കുഞ്ഞ കണിമംഗലത്തെ അവകാശി. അതല്ലേ? ലാഭമില്ലാത്തതൊന്നും നീ ചെയ്യില്ലല്ലോ. ഇതാണ് നിന്റെ ഉദ്ദേശമെന്ന് എല്ലാരെയും ഞാനൊന്ന് അറിയിക്കട്ടെ. ഓ, നീ അത്ര പുണ്യാളനൊന്നും ആവണ്ട. സൂര്യയെ കൊല്ലാൻ ശ്രമിച്ച കാര്യവും ഇവിടെ കൊല്ലാൻ വന്നവനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് വ്യക്തമായിട്ടറിയാം, അത് നീ തന്നെയാ. അതെ, അത് ഞാൻ തന്നെയാണ്. അല്ല, ആദ്യമായിട്ടൊന്നല്ലല്ലോ ഞാൻ ഏട്ടനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ നീ പറഞ്ഞിട്ടാ ഞാൻ അതിനൊക്കെ ശ്രമിച്ചത്. ഇപ്പോ എന്റെ ഇഷ്ടത്തിന്. കൽപ്പന, കണക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. അത് പരസ്പരം പറഞ്ഞ എനിക്ക് മുമ്പേ നീ കണിമംഗലത്ത് നിന്ന് പുറത്താവും. അത് വേണോ? നിനക്ക് എന്താ വേണ്ടത്? നീ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ച ജീവിതം, നമുക്കേ ഒന്നിച്ചുള്ള ജീവിതം. നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ടെ അതിലൊരു കുഞ്ഞ് പിറന്നാ അത് കണിമംഗലത്തെ കുഞ്ഞ്. ആ കുഞ്ഞ് കോടാനുകോടികളുടെ ഉടമയായിരിക്കും. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഗൗതം, നടക്കാത്ത കാര്യങ്ങൾ വെറുതെ ചർച്ച ചെയ്യേണ്ട. നടക്കും. ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ നടക്കും. അല്ലെങ്കിൽ നടത്തിയിരിക്കും ഞാൻ. എനിക്ക് നിന്നോടൊരു ചോദ്യമുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഒടുങ്ങണോ അതോ ഒന്നിച്ച് ജീവിക്കണോ? അതിന് മറുപടി കിട്ടാതെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പോവില്ല. ഗൗതം, അവര് വന്നു. നീ എവിടേക്കെങ്കിലും മാറി നിൽക്കാൻ നോക്ക്. അല്ല, ഇനി എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? നീ എവിടെയെങ്കിലും പോയി ഒളിക്ക് ഗൗതം. അങ്ങോട്ട്. ഹലോ,
അല്ല, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്തേ? അല്ല, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ കരുതി ഇനി ആരെങ്കിലും പേടിപ്പിക്കാനോ മറ്റോ വന്നു. ഏയ് ഇല്ല, ഞാന് അവിടെ മുറിയിലിരിക്കായിരുന്നു. ആ, വാതിൽ തുറന്നിട്ടോ. ശ്രദ്ധിക്കണം മോളെ. ശരി അച്ഛാ. എടോ, നല്ല വിശപ്പുണ്ട്. താൻ പോയിട്ട് ഭക്ഷണം എടുത്തേക്ക്. വരണിപ്പോ വരും. അല്ല സൂര്യ, കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്ക്. ഞാനിപ്പോ എന്തിനാ കുളിക്കുന്നേ? ഞാൻ രാവിലെ കുളിച്ചിട്ട് പോയതല്ലേ. അല്ല, അച്ഛൻ ഡ്രസ്സ് മറന്നില്ലേ? മോളെ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. നീ ഭക്ഷണം എടുക്കാൻ നോക്ക്. ചെല്ലോ. ആ അച്ഛാ, ഇതെന്താ നിങ്ങൾ കഴിക്കായിരുന്നില്ലേ? നീ വന്നിട്ട് ഇരിക്കാന്ന് കരുതി. ആ, എന്നാ വാ. വിളമ്പുന്നില്ലേ? അല്ല, ഏട്ടത്തിക്ക് പ്ലേറ്റ് വെച്ചില്ലേ? വാ, ഇരുന്നേ, വാ. വേണ്ട വരുൺ, ഞാനേ കുറച്ചു നേരത്തെ ഫ്രൂട്ട്സ് കഴിച്ചു. എനിക്ക് വിശപ്പില്ല. നിങ്ങൾ കഴിക്കേ. ഇരിക്കണോ? ഇവിടേക്ക് വന്നിട്ട് പലരും പല സമയത്താ ഭക്ഷണം കഴിക്കുന്നേ. അല്ല സൂര്യ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. നിങ്ങൾ കഴിക്കേ. കറിയിടട്ടെ? എനിക്ക് ഒഴിക്കാം. ഓക്കെ. സൂരിക്ക, അച്ഛാ, നമ്മളെപ്പോഴാണ് മടങ്ങുന്നത്? നീ തിരക്ക് പിടിക്കാതെ. ഞാൻ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തതെന്നല്ലേ ഉള്ളൂ. എടാ, എന്നെ ഇവിടെ തനിച്ചാക്കി പോയാൽ നിനക്ക് അത്രയ്ക്ക് തിരക്കായോ? അല്ല, ഏട്ടൻ എങ്ങനെയാ തനിച്ചാവുന്നത്? ഇവിടെ ഇപ്പോൾ ഏട്ടത്തിയില്ലേ? യഥാർത്ഥത്തിൽ ഇതാണ് നിങ്ങളുടെ ഹണിമൂൺ. നിങ്ങൾ കഴിക്കേ. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ചോറ് വേണോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്
വരാൻ. ഗൗതം, നിന്നെ അവരെ കണ്ട പ്രശ്ന. നീ ദേവി ഇത് പോ. ഞാൻ പോവില്ല. ഏ നമ്മുടെ ബന്ധം അവരെല്ലാവരും അറിയട്ടെ. അപ്പൊ പിന്നെ ഒളിച്ചും പാത്തും വരണ്ടല്ലോ. ഗൗതം, ഞാനേ നിന്റെ കാല് പിടിക്കാം. ഓ, ഇന്ന് രാത്രി ഞാൻ വരും. എന്നോടൊപ്പം ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാനിപ്പോ പോവാം. രാത്രി ഒന്നും നിന്റെ കൂടെ വരാൻ പറ്റില്ല. എന്താ ഇതിനുമ്പ് വന്നിട്ടില്ലേ? പലതവണ വന്നിട്ടില്ലേ? ഇന്ന് വരുമെങ്കിൽ മാത്രം ഞാനിപ്പോ ഇറങ്ങാം. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ശരി, ഞാൻ വരാം. ഉറപ്പാണല്ലോ അല്ലേ? ആ, വരാം. ആ, ഞാനിപ്പോ പോവാം. രാത്രി ഞാൻ വരുമ്പോ എന്നെ നിഷേധിക്കാനോ ഏതെങ്കിലും രീതിയിൽ ചതിക്കാനോ ഉദ്ദേശമെങ്കിൽ നമ്മൾ തമ്മിൽ നടക്കുന്നതൊക്കെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും. ഓക്കെ? ഓ, സമ്മതിച്ചു. നീ ഇങ്ങോട്ട് വന്നേ. വാ. പെട്ടെന്ന് വാ. വാ, പെട്ടെന്ന് ഇറങ്ങ്. പോ, ചെല്ല്. കുറച്ചുകൂടെ കഴിക്കും. ഹലോ, എനിക്ക് തോന്നുവാണോ തന്റെ മുഖത്ത് ടെൻഷൻ കൂടിക്കൂടി വരുവാണല്ലോ? ഒന്നുമില്ല സൂര്യ, അത് വെറുതെ. ആ, അതെന്തുകൊണ്ടാണെന്നറിയോ? മനസ്സിൽ പ്രേമം കൂടിയാ പിന്നെ പെണ്ണിന്റെ മുഖത്തേക്ക് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അയ്യോ, അച്ഛനിരിക്കുന്ന ഞാൻ ഓർത്തേ ഇല്ല. അമ്മയുടെ മുഖത്തേക്ക് അച്ഛനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ലേ? മതി മതി, നീ ഭക്ഷണം കഴിക്കാൻ നോക്ക്. മോള് ഭക്ഷണം കഴിക്കാനിരുന്നു. ഞാൻ തുറന്നതേ ഉള്ളൂ മാഡം. എന്തേലും ചെയ്യാനുണ്ടോ? ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാനിന്ന് ലഞ്ച് എടുത്തില്ല. മോളുടെ കൂടെ കൂടാന്ന് കരുതി. ആ, ദാ മാഡം, മാഡം കഴിച്ചോ? അയ്യോ, അത് വേണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. എന്തുപറ്റി? ഒന്നുമില്ല. എന്നാ കഴിക്കുക. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പ്രിയങ്കയെ മോൾക്ക് എങ്ങനെയാ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത്?
എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് നിന്നോട്, എത്ര വട്ടം ചതിച്ചിട്ടുണ്ട്. എന്റെ അനിയത്തിയല്ലേ മാഡം, അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാനതൊക്കെ ക്ഷമിക്കും. കാരണം എന്താണെന്നറിയോ, ദേവനാരായണൻ തിരുമേനിയുടെയും ഭാര്യയുടെയും സ്നേഹം അവൾക്ക് മാത്രം കിട്ടേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് ഞാനും അതിലൊരു പങ്ക് പറ്റിയതല്ലേ? ഞാനാരാ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്ന് തോന്നിയ കുട്ടിയല്ലേ? അവര് എന്നെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞില്ലേ? ചിലപ്പോ തെരുവിൽ കിടന്ന് ഉറുമ്പരിച്ചോ ശ്വാസം മുട്ടിയൊക്കെ ഞാൻ ചത്തുപോവായിരുന്നില്ലേ? പക്ഷെ ആ അച്ഛനല്ലേ എന്നെ കണ്ടെടുത്ത് എന്നെ ജീവിപ്പിച്ച്. ആ അച്ഛനോടും അമ്മയോടും കുടുംബത്തിനോടും ആ നന്ദി എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയയോട് ഞാൻ ക്ഷമിക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ്. അവൾ എന്നെ കള്ളിയാക്കിയാലും കൊല്ലാൻ നോക്കിയാലും ഞാൻ ക്ഷമിക്കും. അവൾ ചിരിച്ചെന്റെ അടുത്ത് വരുമ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്യും. അക്കാര്യത്തില് നിങ്ങൾ അമ്മയും മോളും ഒരുപോലാണല്ലോ. അമ്മയും മോളെയും പോലെയാണല്ലോ ഫിദയുടെ രാധികയും. അതാ ഞാൻ പറഞ്ഞ. മോളെ, ചെറിയ പ്രായത്തില് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഈ നിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കടപ്പാടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ പ്രിയങ്കയുടെ കാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പ്രിയങ്കയുടെ എന്നല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും മോളുടെ മുന്നിൽ വന്നെന്നിരിക്കട്ടെ, ഒറ്റ കാര്യം മോള് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 3 or 4 വട്ടം അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് അത് ശരിയാണെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാവൂ. കേട്ടോ? ശരി മാഡം. പിന്നെ മോള് പ്രിയങ്കയെ കൂട്ടി വന്നതിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. മോള് പറഞ്ഞതുകൊണ്ട് അവക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. എനിക്കറിയായിരുന്നു മാഡം ഇങ്ങനെ പറയുള്ളൂ എന്ന്. ഞാനല്ലാതെ പിന്നെ ആരാ മോളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ? കഴിക്കാം.
ഏട്ടൻ പെട്ടെന്ന് തന്നെ എല്ലാം കൃത്യമായിട്ട് നോക്കി തുടങ്ങിയല്ലോ. കുറച്ചു കാലം സുഖമില്ലാതെ കിടന്നുവെങ്കിലും ഒരു കാലത്ത് അവൻ മിടുക്കനായിരുന്നു. പക്ഷെ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. ഏട്ടന് പറ്റുമെന്നേ. വിചാരിച്ച നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഹലോ, ഞാൻ പുറത്തുണ്ട്, നീ ഇറങ്ങി വാ.